നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എൻഡോമെട്രിയോസിസിനെ കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. ആർത്തവ സംബന്ധമായ പ്രധാന രോഗങ്ങളിൽ ഒന്നാണിത്. സ്ത്രീകളിൽ വന്ധ്യതയ്ക്ക് വരെ കാരണമാകാവുന്ന ഒരു ആരോഗ്യ പ്രശ്നം. എൻഡോമെട്രിയോസിസിനെ കുറിച്ച് സംസാരിക്കുന്നതിനായി ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് ഡോക്ടർ എസ് അജിത്താണ്. തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസറാണ് അദ്ദേഹം. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ പലതാണ്. അതിൽ PCOD, ഫൈബ്രോയിഡ്, എൻഡോമെട്രിയോസിസ് ഇങ്ങനെയാണ്. അങ്ങനെ ഇതിൽ എന്താണ് എൻഡോമെട്രിയോസിസ്? ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? എൻഡോമെട്രിയോസിസ് ഒരു ആർത്തവ സംബന്ധമായ അസുഖമാണ്. നമ്മൾ യൂട്രസിനകത്ത്, ഗർഭപാത്രത്തിനകത്ത് ഉള്ളൊരു ലൈനിങ്ങാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ആ എൻഡോമെട്രിയം ഗർഭപാത്രത്തിന് വെളിയിലേക്ക് വരുമ്പോഴാണ് അതിന് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ആർത്തവ സമയത്ത് എൻഡോമെട്രിയം ഷെഡ് ചെയ്ത് അതാണ് മെൻസസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതേ പ്രശ്നം തന്നെ യൂട്രസിന് വെളിയിൽ സാധാരണ അത് കോമൺ ആയിട്ട് കാണുന്നത് ഓവറി, അണ്ഡാശയം, അതുപോലെ ഗർഭപാത്രത്തിൻ്റെ പുറകിലുള്ള ഭിത്തി, അതുപോലെ തന്നെ അവിടെയുള്ള ലിഗമെൻറ്റ്സ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതേ ഹോർമോണൽ ചേഞ്ചസൊക്കെ, അതായത് മെൻസസ് സമയത്ത് ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസൊക്കെ ഈ വെളിയിലുള്ള എൻഡോമെട്രിയത്തിൽ സംഭവിക്കുകയും അവിടെയും ബ്ലീഡിങ് ഉണ്ടാകുകയും അവിടെ സിസ്റ്റ് ഉണ്ടാകുക, അവിടെ പശ പോലെ ഒട്ടിപ്പിടിച്ചിലൊക്കെ ഉണ്ടാകുക, അതാണ് എൻഡോമെട്രിയോസിസ് എന്ന അസുഖം. ശരി ഡോക്ടർ, ഈ രോഗം ഇത് എത്രത്തോളം സാധാരണമാണ്? അതുപോലെ തന്നെ ഇത് ഏത് പ്രായത്തിലുള്ള സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത്? മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് കുറച്ച് കൂടുതലാണ്. ഇതിൻ്റെ പ്രിവലൻസ് ഒരു 10%, 15% ഒക്കെ നമ്മുടെ കേരളത്തിൽ സ്ത്രീകളിൽ ഇത് കാണുന്നുണ്ട്. കൂടുതലായിട്ട് ഇത് കാണുന്നത് 25 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളിലാണ്. ശരി ഡോക്ടർ, ഇതിനെ ഈ ആർത്തവ സംബന്ധമായ മറ്റു പ്രശ്നങ്ങളിൽ നിന്നും എങ്ങനെയാണ് തിരിച്ചറിയാനാവുക? പ്രധാനമായിട്ടും ഈ രോഗലക്ഷണങ്ങൾ അതെന്തൊക്കെയായിരിക്കും? പ്രധാനപ്പെട്ട രോഗലക്ഷണം ആർത്തവ സമയത്ത് വളരെ സീരിയസ് ആയിട്ടുള്ള വേദന, വയറുവേദന, അതുപോലെ നടുവേദന, ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. അത് സാധാരണ ഈ ആർത്തവ സമയത്തുണ്ടാകുന്ന വേദന വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ എൻഡോമെട്രിയോസിലുള്ള വേദന പലപ്പോഴും ആർത്തവം തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടാകുകയും ആർത്തവത്തിന് ശേഷം അടുത്ത 1-2 ദിവസം സാധാരണഗതിയിൽ വേദന കുറയുന്നതാണ്. പക്ഷേ രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസമൊക്കെ ആദ്യ ദിവസം ഉള്ളതിനേക്കാളും വേദന കൂടുകയും അവസാനം മെൻസസ് ഒക്കെ തീർന്നതിന് ശേഷം മാത്രമേ ഈ വേദന അവസാനിക്കത്തുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം ലക്ഷണം. പിന്നെ വന്ധ്യത, അതുപോലെ തന്നെ ആർത്തവ സമയത്ത് അല്ലാത്ത സമയത്തും അടിവയറ്റിലുണ്ടാകുന്ന വേദന, പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ എൻഡോമെട്രിയോസിൻ്റെ ലക്ഷണം. ഡോക്ടർ, ഈ രോഗം വന്നാലുള്ള ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് അതെന്തൊക്കെയാണ്? പ്രധാനമായിട്ടും ഈ വന്ധ്യതയ്ക്കൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട്? ഒരു വന്ധ്യത ചികിത്സയ്ക്കെത്തുന്ന രോഗികളിൽ ഒരു 30%-നും 50%-നും ഇടയ്ക്ക് എൻഡോമെട്രിയോസിസാണ്. ഇത് വളരെ കോമൺ ആയിട്ടുള്ള വന്ധ്യത ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ശരിയായ രീതിയിൽ ചികിത്സിക്കാതിരുന്നു കഴിഞ്ഞാൽ മറ്റ് അവയവങ്ങളുമായിട്ട് ഒട്ടിപ്പിടിക്കുക, പിന്നെ വളരെ അപൂർവമായിട്ട് ഈ ക്യാൻസർ വരെ ആകാനുള്ള സാധ്യതയുള്ള അസുഖമാണ് എൻഡോമെട്രിയോസിസ്. തീർച്ചയായും വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനായി സാധ്യതയുണ്ട്? ആർത്തവ സമയത്ത് സാധാരണ ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രശ്നം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ വേദനയാണ്. ആർത്തവം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേദന തുടങ്ങുകയും ആർത്തവം തീർന്നു കഴിഞ്ഞിട്ടും അതിൻ്റെ വേദന കുറച്ച് നാളുണ്ടാവുകയും പിന്നെ ഇടയ്ക്ക് തന്നെ വേദന ഉണ്ടാകുക. പിന്നെ ഇങ്ങനെയുള്ള രോഗികളിൽ പല സമയത്ത് ആർത്തവ സമയത്ത് കൂടുതൽ ബ്ലീഡിങ്, അതുപോലെ തന്നെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് അടുത്തടുത്തുള്ള ആർത്തവം, ഇതൊക്കെയാണ് ഇതിൻ്റെ സാധാരണ പ്രശ്നം, ആർത്തവത്തിൻ്റെ സമയത്തുള്ള പ്രശ്നം. ഈ എൻഡോമെട്രിയോസിസ് എന്ന രോഗം ബാധിച്ച ഒരു വ്യക്തി പിന്നീട് ഗർഭം ധരിക്കുകയാണെങ്കിൽ പിന്നീട് ഉണ്ടായേക്കാവുന്ന ഈ ഗർഭകാലയളവിൽ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? എൻഡോമെട്രിയോസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇത് ഗർഭമാകാനുള്ള തടസ്സമാണ്. ഗർഭം ആയിക്കഴിഞ്ഞാൽ പൊതുവേ അങ്ങനെ വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാകാറില്ല. വലുതായിട്ട് അബോർഷൻ ഉണ്ടാകുക, അങ്ങനെ മാസം തികയുന്നതിന് മുമ്പുള്ള പ്രസവം, ഇതൊക്കെ വളരെ ചെറിയതായിട്ട് ബാക്കിയുള്ള രോഗികളെക്കാളും വളരെ ചെറുതായിട്ട് കൂടുതലുണ്ട് എന്നുള്ളതല്ലാതെ സാധാരണഗതിയിൽ ഗർഭകാലത്ത് ഇത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എന്ന് മാത്രമല്ല ഈ എൻഡോമെട്രിയോസിൻ്റെ ആ തീവ്രത ഗർഭകാലത്ത് കുറയുകയും ചെയ്യും. കാര്യം ഗർഭകാലത്തൊരു 9 മാസത്തോളം മെൻസസ് ഇല്ലാതിരിക്കും. ഓരോ പ്രാവശ്യവും മെൻസസ് വരുമ്പോഴാണ് ഈ എൻഡോമെട്രിയോസിസിൽ വേദന ഉണ്ടാകുകയും എൻഡോമെട്രിയോസിസിൻ്റെ ടിഷ്യൂലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ ഉണ്ടാകുന്നത്. അപ്പം എൻഡോമെട്രിയോസിൻ്റെ ഒരു ചികിത്സ തന്നെ
ഒരു ഗർഭമാകാൻ പറ്റുമെങ്കിൽ അത് നല്ലതാണ്. ഒരു 9 മാസത്തോളം മെൻസസ് ഇല്ലാതിരിക്കുമ്പം സാധാരണഗതിയിൽ എൻഡോമെട്രിയോസിൻ്റെ തീവ്രത കുറയുകയാണ് ചെയ്യുന്നത്. ഈ PCOD-യിൽ നിന്നും മറ്റും എൻഡോമെട്രിയോസിസ് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഡോക്ടർ? അതിനെക്കുറിച്ച് പറഞ്ഞു തരാമോ? PCOD-യിൽ പ്രധാനമായിട്ടും നമ്മൾ ഹോർമോണിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. മെൻസസ് വരാതിരിക്കുക, മെൻസസ് വളരെ അപൂർവമായിട്ട് വരിക, അതൊക്കെയാണ്. സാധാരണ മെൻസസ് സമയത്തുള്ള വേദനയൊന്നും വളരെ കൂടുതൽ നമ്മൾ PCOD കാണാറില്ല. അതുപോലെ തന്നെ മെൻസസ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും വളരെ നാൾ ബ്ലീഡിങ് ഉണ്ടാകുക, അതൊക്കെയാണ് PCOD-യുടെ ലക്ഷണം. പിന്നെ അവർക്ക് ഈ ഹോർമോണൽ വ്യത്യാസം ഉള്ളതുകൊണ്ട് കൂടുതൽ രോമ വളർച്ച, അതുപോലെ മുഖക്കുരുവിൻ്റെ ഇത്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് PCOD. പക്ഷേ എൻഡോമെട്രിയോസിസ് എപ്പോഴും മെൻസസ് സമയത്തുള്ള വേദനയും കൂടുതൽ ബ്ലീഡിങ്ങും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് മെൻസസ് വരിക, അതൊക്കെയാണ് എൻഡോമെട്രിയോസിൻ്റെ ലക്ഷണം. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയോസിസ് ബാധിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും എന്തെല്ലാമാണ് ഇതിൻ്റെ ചികിത്സാ മാർഗ്ഗങ്ങൾ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? എൻഡോമെട്രിയോസിൻ്റെ ചികിത്സ അത് എന്ത് രോഗലക്ഷണമായിട്ട് വരുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിൻ്റെ വ്യാപ്തി എന്തുമാത്രമാണ്, അതുപോലെ എന്ത് പ്രയാസമായിട്ടാണ്, അതായത് വന്ധ്യതയായിട്ട് വരുന്ന രോഗികൾക്കാണെങ്കിൽ പലപ്പോഴും നമ്മൾ മെഡിസിൻ ഉപയോഗിച്ചുള്ള ചികിത്സ കൊടുക്കുകയില്ല. പക്ഷേ വേദനയായിട്ട് വരുന്ന രോഗികൾക്ക് കൂടുതലും ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വേദന സംഹാരി കൊടുക്കുക, അതുപോലെ തന്നെ ഹോർമോൺ കൊടുക്കുക. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഗർഭം ഈ അസുഖം കുറയ്ക്കുന്ന ഒരെണ്ണമാണ്. അപ്പോൾ ഒരു സ്യൂഡോ പ്രഗ്നൻസി പോലെ ആക്കുന്ന ആ രീതിയിലുള്ള ഹോർമോൺസ് കൊടുക്കുക. അത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കൊടുക്കുക. അത് സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന ഗർഭനിരോധന ഗുളികയാണ്. അത് തുടർച്ചയായിട്ട് ഒരു 9 മാസമൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ഗർഭനിരോധന ഗുളികയിലുള്ള പ്രൊജസ്ട്രോൺ മാത്രം, അപ്പോൾ കുറച്ചുകൂടെ സൈഡ് എഫക്ട്സ് ഒക്കെ കുറവായിരിക്കും, അത് തുടർച്ചയായിട്ട് 9 മാസത്തേക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് സാധാരണഗതി ചെയ്യുന്നത്. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ വേറൊരു പ്രതിഭാസം കാണുന്നത് ഈ മെൻസസ് നിന്ന് കഴിഞ്ഞിട്ട്, അതായത് മെനോപോസിന് ശേഷം ഈ എൻഡോമെട്രിയോസിസ് കുറയും. അപ്പോൾ ആർട്ടിഫിഷ്യലായിട്ടൊരു മെനോപോസ് ഉണ്ടാക്കുക, അതായത് ഓവറിൽ നിന്ന് വരുന്ന ഹോർമോൺസൊക്കെ കുറയ്ക്കുക, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മെഡിസിൻസാണ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. പക്ഷേ ഇതൊന്നും നമുക്ക് ഒരു 9 മാസത്തിൽ കൂടുതൽ നമ്മൾ കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് പുതിയതായ കുറച്ച് മെഡിസിൻസൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ഈ മരുന്നിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈസ്ട്രജനുകളെ കൊടുത്ത് 2 വർഷം അല്ലെങ്കിൽ 5 വർഷം വരെയൊക്കെ ടാബ്ലറ്റ് കൊടുക്കുന്ന, അതുപോലെ ഇഞ്ചക്ഷൻസ് കൊടുക്കുന്ന നൂതന മെഡിസിൻസൊക്കെ അവൈലബിൾ ആണ്. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. അതുപോലെ തന്നെ ഈ രോഗത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് അറിയേണ്ടതുണ്ട്, അതൊന്ന് പറഞ്ഞു തരാമോ? ഇത് പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ സ്റ്റേജസ് ഉണ്ട്. ഒന്ന് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അമേരിക്കൻ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. അതിൽ ആദ്യത്തെ സ്റ്റേജിലെന്ന് പറഞ്ഞാൽ വളരെ മിനിമലായിട്ടുള്ള ഡിസീസ്, അതായത് നമ്മൾ പലപ്പോഴും സ്കാനൊന്നും ചെയ്താൽ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ലാപ്രോസ്കോപ്പി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ വഴി വളരെ ചെറിയ എൻഡോമെട്രിയോസിസ് കാണുന്നതാണ് മിനിമൽ. സ്റ്റേജ് 2 എന്ന് പറയുമ്പോഴത്തേക്കൊക്കെ കുറച്ചുകൂടെ അത് കൂടുതലായിട്ട് കാണും. പക്ഷേ എന്നാൽ ഈ അണ്ടാശയത്തിൽ സിസ്റ്റം ഒന്നും കാണത്തില്ല, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നും കാണത്തില്ല. അതാണ് സ്റ്റേജ് 2. സ്റ്റേജ് 3-ൽ അണ്ടാശയത്തിൽ സിസ്റ്റ്, അതായത് നമ്മൾ ചോക്ലേറ്റ് സിസ്റ്റ് എന്ന് പറയും. കാര്യം ഓരോ പ്രാവശ്യം മെൻസസ് വരുമ്പം ഈ അണ്ടാശയത്തിലും ഈ ടിഷ്യൂലും ബ്ലീഡിങ് ഉണ്ടായിട്ട് അവിടെ ഒരു ബ്ലഡ് കളക്ട് ചെയ്ത് സിസ്റ്റ് പോലെ വരും. അതിന് ചോക്ലേറ്റ് സിസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചോക്ലേറ്റ് സിസ്റ്റൊക്കെ വരുവാണെങ്കിൽ സ്റ്റേജ് 3. പിന്നെ ഈ ചോക്ലേറ്റ് സിസ്റ്റ് വളരെ വലിയ ചോക്ലേറ്റ് സിസ്റ്റ് വരികയും ഗർഭപാത്രം എല്ലാ അണ്ടാശയവും ട്യൂബും അതുപോലെ തന്നെ കുടലും എല്ലാം ഒട്ടിപ്പിടിച്ചിരിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സ്റ്റേജ് 4, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയും. തീർച്ചയായും ഡോക്ടർ. അതുപോലെ തന്നെ ഈ രോഗം എത്രത്തോളം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും? 100% ഇത് ചികിത്സിച്ച് ഭേദമാക്കാനായി സാധിക്കുന്ന ഒരു രോഗമാണോ? എൻഡോമെട്രിയോസിൻ്റെ ചികിത്സ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന് ശരിയായ ചികിത്സ ഉണ്ട് താനും. പക്ഷേ ഇത് ഒരു ക്രോണിക് ഡിസീസ്, അതായത് സ്ഥിരമായിട്ടുള്ളൊരു അസുഖമായിട്ട് നമ്മൾ എടുക്കേണ്ടി വരും. അതായത് നമ്മൾ ഷുഗർ, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഇത് സ്ഥിരമായിട്ടുള്ളൊരു അസുഖമാണ്. മെൻസസ് ഒക്കെ നിന്ന് കഴിയുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ തീവ്രത കുറയുന്നത്. അപ്പോൾ അത് ഏതാണ്ടൊരു മെൻസസ് തീരുന്ന അവസ്ഥ വരെ ചിലപ്പോൾ അതിന് ശേഷവും ഇതിൻ്റെ ചികിത്സ വേണ്ടി വരുന്ന ഒരു അസുഖമാണ്. തീർച്ചയായും ഡോക്ടർ, നമുക്കിപ്പം ഒരു കോളർ ചേരുന്നുണ്ട്. താമരശ്ശേരിയിൽ നിന്ന് മോളിയാണ്. മോളി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറഞ്ഞോളൂ മോളി. ഇത് മെൻസസ് സമയത്ത് ഭയങ്കര വേദനാണ്. അത് ഗർഭപാത്രത്തിൽ ഒരു മുഴയുണ്ട്. പറഞ്ഞോ മോളിക്ക് എത്ര വയസ്സാണ് ഉള്ളത്? എനിക്ക് വയസ്സ് 44. 44 വയസ്സ്. മെൻസസ് സമയത്ത് ബ്ലീഡിങ് കൂടുതലായിട്ട് വല്ലതും ഉണ്ടോ? ബ്ലീഡിങ് 1ഉം 2ഉം ഉണ്ട്, അല്ലാത്ത ദിവസമല്ല. ഈ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ട്, പിന്നെ മെൻസസ് സമയത്തുള്ള വേദന. ഇതിപ്പോൾ എത്ര നാളായിട്ട് തുടങ്ങിയിട്ടുണ്ട്?
അതിപ്പോ കുറച്ചു കാലമായി തുടങ്ങിയിട്ട് അത് ബ്ലീഡിങ് വരുന്നേരം വേദന അങ്ങ് നിന്നോളൂ. ആ ആ അപ്പോൾ ഇത് മിക്കവാറും ഗർഭപാത്രത്തിലെ മുഴ, അതായത് ഫൈബ്രോയിഡ് എന്ന് പറയുന്ന അസുഖം കൊണ്ടായിരിക്കാം ഇങ്ങനെയുള്ളത് വരുന്നത്. അങ്ങനെയുള്ളതിന് ഫൈബ്രോയിഡിൻ്റെ ചികിത്സയാണ്. അത് ചികിത്സ തന്നെ എത്ര വലിപ്പം ഉണ്ടെന്നുള്ളതനുസരിച്ചിരിക്കും. ചെറുതാണെങ്കിൽ നമ്മൾ മരുന്ന് മാത്രം കഴിച്ചാൽ മതിയാകും. വലുതാണെങ്കിൽ ഇത് ഓപ്പറേഷൻ ചെയ്ത് ഒന്നുകിൽ മുഴയെടുക്കുകയോ അല്ലെങ്കിൽ ഗർഭപാത്രം എടുക്കുന്ന ഓപ്പറേഷനിലോട്ടോ പോകേണ്ടി വരും. ഇത് എൻഡോമെട്രിയോസിസ് ചിലപ്പോൾ ഇത് കൂടെ കാണും, പക്ഷേ പ്രധാനമായിട്ടും മോളിയുടെ രോഗലക്ഷണങ്ങളൊക്കെ ഒരു ഗർഭപാത്രത്തിലെ മുഴ, അതായത് ഫൈബ്രോയിഡിൻ്റെ രോഗലക്ഷണമാണ് കാണുന്നത്. ശരി ഡോക്ടർ, കോളർക്ക് വ്യക്തമാണ്. ഡോക്ടർ, അതുപോലെ തന്നെ ഈ ആർത്തവ സമയത്ത് അമിതമായിട്ടുള്ള രക്തസ്രാവവും വയറുവേദനയും അനുഭവപ്പെടുന്നതിന് കാരണം എന്തായിരിക്കാം? അപ്പം ഇത് എത്രത്തോളം അപകടകരമായിട്ടുള്ളൊരു സാഹചര്യമാണ്? ഈ എൻഡോമെട്രിയോസിസ് രോഗികളിൽ പലപ്പോഴും ചില രോഗികളുടെ രോഗലക്ഷണമൊന്നും കാണത്തില്ല. പക്ഷേ രോഗലക്ഷണം കാണുന്നതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു രോഗലക്ഷണം തന്നെ ഈ മെൻസസ് സമയത്തുള്ള കൂടുതൽ ബ്ലീഡിങ്ങും വേദനയും തന്നെയാണ്. തീർച്ചയായും വ്യക്തമാണ് ഡോക്ടർ. അതോടൊപ്പം ഈ എൻഡോമെട്രിയോസിസിന് സർജറി വേണ്ടി വരുന്നത് അത് ഏത് സാഹചര്യത്തിലാണ് ഇത് മനസ്സിലാക്കുന്നത്? നമ്മൾ സാധാരണഗതിയിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഫെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് രോഗിക്ക് താല്പര്യമില്ലെങ്കിലോ നമുക്ക് സർജറിയിലോട്ട് പോകേണ്ടി വരും. പിന്നെ അതുപോലെ തന്നെ രോഗി വന്ധ്യത പ്രയാസമായിട്ട് വന്നതാണെങ്കിൽ നമ്മൾ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സമയം കളയുന്നതിനകത്ത് കാര്യമില്ല. അങ്ങനെയുള്ള രോഗികളിൽ ഈ സിസ്റ്റ് എടുക്കുക, അതുപോലെ തന്നെ ഈ ഗർഭപാത്രം ബാക്കി അവയവങ്ങളുമായിട്ടൊക്കെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാര്യം പലപ്പോഴും ഈ അണ്ടവാഹിനി കുഴലിൽ മറ്റേ ഗർഭപാത്രവും കുടലും ഒക്കെ ആയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് അണ്ടത്തെ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ മാസവും അണ്ടോൽപാദനം നടക്കുമ്പോൾ അണ്ടത്തെ പിക്ക് ചെയ്ത് അണ്ടവാഹിനിക്കുഴലിൽ വന്നാൽ മാത്രമേ ഗർഭധാരണം നടക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒട്ടിപ്പിടിച്ചിരിക്കുന്നതൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ, അല്ലാതെ മെഡിസിൻ കൊണ്ട് മാത്രം നമുക്ക് ഗർഭമാകാൻ പറ്റത്തില്ല. അപ്പോൾ അതിനു വേണ്ടി സർജറി ചെയ്യേണ്ടി വരും. പലപ്പോഴും ഇങ്ങനെയുള്ള സർജറി ചെയ്തിട്ടും അല്ലെങ്കിൽ വളരെ സിവിയർ, ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റേജ് 4 ഡിസീസൊക്കെ ആണെങ്കിൽ സർജറിക്ക് തന്നെ നമ്മൾ കാത്തിരിക്കത്തില്ല, നേരെ തന്നെ ഇൻവിട്രോ ഫെർട്ടിലൈസേഷനിലേക്ക് IVF ചികിത്സയിലൊക്കെ പോകും. വ്യക്തമാണ് ഡോക്ടർ. ഒരു കോളർ കൂടി ചേരുകയാണ്. നമുക്കിപ്പം ശാരദയാണ് അങ്ങാടിപ്പുറത്ത് നിന്നും. ശാരദ, ഡോക്ടറോട് ചോദിക്കാം. പറഞ്ഞോളൂ ശാരദ. പറഞ്ഞോളൂ ശാരദ, പറഞ്ഞോളൂ. സംസാരിച്ചോളൂ. ശാരദ സംസാരിക്കാം, ഡോക്ടർക്ക് കേൾക്കാം. ക്ലിയർ അല്ലെന്ന് തോന്നുന്നു. തീർച്ചയായും കോള് കട്ടായെന്നാണ് തോന്നുന്നത് ഡോക്ടർ. അതുപോലെ ഈ എൻഡോമെട്രിയോസിസിന് അതിൻ്റെ സർജറി എങ്ങനെയാണ്, ഇതിൻ്റെ രീതികളെക്കുറിച്ച് പറഞ്ഞു തരാമോ? സാധാരണഗതിയിൽ നമ്മൾ ഓപ്പൺ സർജറി ഉണ്ട്, ലാപ്രോസ്കോപ്പിക് സർജറി ഉണ്ട്. അതായത് താക്കോൽ ദ്വാരം വഴിയുള്ള ശസ്ത്രക്രിയ. ഓപ്പൺ സർജറിയെക്കാളിലും എൻഡോമെട്രിയോസിന് പൊതുവേ നമ്മളെല്ലാം പ്രിഫർ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് സർജറിയാണ്. ലാപ്രോസ്കോപ്പിക് സർജറി വഴി ആ സിസ്റ്റ്, ഓവറിയിലുള്ള സിസ്റ്റ് എടുത്ത് കളയുക, അതുപോലെ ഗർഭപാത്രം മറ്റ് അവയവങ്ങളുമായിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കുന്നതെങ്കിൽ അതെല്ലാം മാറ്റുക. അതുപോലെ തന്നെ ഈ എൻഡോമെട്രിയോട്ടിക് ടിഷ്യൂ ഒക്കെ നമുക്ക് കൊയാഗുലേറ്റ് ചെയ്യാം, കരിച്ച് നശിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് സർജറിയിൽ സാധാരണഗതിയിൽ ചെയ്യുന്നത്. പിന്നെ ഒരു 40 വയസ്സിന് മുകളിലൊക്കെ ഉണ്ട്, അതായത് കുട്ടികളാകാനുള്ള ഇനിയുള്ള ആഗ്രഹമില്ല, അങ്ങനെയൊക്കെയുള്ള രോഗികളിൽ നമ്മൾ ഗർഭപാത്രം എടുക്കുന്ന ഓപ്പറേഷനിലേക്ക് പോകേണ്ടി വരും. പലപ്പോഴും ഗർഭപാത്രം എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയുള്ള പേരിൽ ഈ അണ്ടാശയത്തിലാണ് പ്രധാനമായിട്ടും എൻഡോമെട്രിയോസിസ് കാണുന്നത്. അണ്ടാശയവും കൂടെ എടുക്കേണ്ടി വരും. വ്യക്തമാണ് ഡോക്ടർ. ഒരു കോളർ കൂടി ചേരുകയാണ്. ചെറായിൽ നിന്നും സുനിലാണ്. സുനിൽ, ചോദിക്കാം. ഡോക്ടർ. പറഞ്ഞോളൂ സുനിൽ. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 17 വർഷമായി, കുട്ടികളില്ല. വയസ്സ് 10 വയസ്സിൽ ആർത്തവം തുടങ്ങിയതാണെന്ന് പറയുന്നു. അതിനുശേഷം പിന്നെ ഒന്നും എങ്ങനെയാണോ എന്താണെന്ന് എനിക്കറിയില്ല. വിവാഹത്തിന് ശേഷം നമ്മളെ ഇത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് ആവാതിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ച് ഉണ്ടാവും കുട്ടി ഉണ്ടാവുന്നു. പക്ഷെ പിന്നീടാണ് അറിയുന്നത് ആർത്തവം ക്ലിയർ ആയിരുന്നില്ല എന്നുള്ള. കുറെ മരുന്നിനൊക്കെ പോയി, എന്താണ് സംഭവം. അപ്പൊ എന്തോ പറഞ്ഞോളൂ സുനിൽ. സങ്കടം കൊണ്ട് വരുന്നില്ല. അതാണ്. ടാബ്ലറ്റ് കഴിച്ചിട്ട് മെൻസസ് വരുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ. ഇപ്പൊ 23 വയസ്സിലെ കല്യാണം കഴിഞ്ഞത്, വയസ്സില്ല. ഞാൻ 33 വയസ്സിലെ കല്യാണം കഴിച്ചത്.
അല്ല മെൻസസ് ഒക്കെ ഇപ്പോൾ എല്ലാ മാസവും വരുന്നുണ്ടോ? ഇപ്പൊ എല്ലാ മാസം ഇപ്പൊ വരുന്നുണ്ട്. വരുന്നുണ്ട്. പക്ഷേ മെൻസസ് സമയത്ത് വേദനയുണ്ടോ? വേദനയുണ്ട്. പിന്നെ ഒരു അഞ്ചാറ് മെൻസസ് പീരീഡ് കഴിഞ്ഞിട്ടും 1-2 ദിവസവും കൂടി ശക്തമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊരു ഏകദേശം 12 ദിവസത്തോളം നിൽക്കുന്നെന്നാണ് പറയുന്നത്. അപ്പൊ അത് ഡോക്ടറിനോടൊന്ന് ഇങ്ങനെയുള്ള കേസിൽ സാധാരണ എൻഡോമെട്രിയോസിസ് വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. എൻഡോമെട്രിയോസിസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ നമുക്ക് വന്ധ്യതയുടെ കാരണം എൻഡോമെട്രിയോസിസ് ആണെന്ന് മാത്രം പറയാൻ പറ്റുകയില്ല. സുനിലിൻ്റെ അതുപോലെ ബീജം ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഭാര്യയുടെ ബ്ലഡ് ടെസ്റ്റും സ്കാനിങ്ങും അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. ഒരു വന്ധ്യതാ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുന്നതായിരിക്കും ഉത്തമം. 2-3 ഡോക്ടർമാരെ കാണിച്ചതായിരുന്നു. ഇപ്പം മിക്കവാറും എല്ലാ വന്ധ്യതാ പ്രശ്നങ്ങൾക്കും ചികിത്സ ഉള്ളതാണ്. അപ്പം ഏതെങ്കിലും ഒരു നല്ലൊരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞിട്ട് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് സുനിൽ ചെയ്യേണ്ടത്. എനിക്ക് 51 വയസ്സായി. 41 വയസ്സായി. വയസ്സ് കുഴപ്പമുണ്ടോ ഡോക്ടർ? കേട്ടില്ല, സുനിൽ പറഞ്ഞത് കേട്ടില്ല. എനിക്ക് 51 വയസ്സായി. വയസ്സ് എന്തായാലും 10 വയസ്സിന് താഴെയാണ് വയസ്സ്. 51-41. അതായത് വയസ്സ് കൂടുമ്പോൾ അതിൻ്റെതായ പ്രയാസമുണ്ട്. വയസ്സ് കൂടുമ്പം ഗർഭമാകാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അതുപോലെ ഭർത്താവിൻ്റെ വയസ്സും ഭാര്യയുടെ വയസ്സും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഭാര്യയുടെ വയസ്സാണ് ഏറ്റവും കൂടുതൽ പ്രയാസം ഉണ്ടാക്കുന്നത് നമുക്ക്. 10 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട്. 40 വയസ്സൊക്കെ ആകുമ്പം പിന്നെ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ശിശു ചികിത്സയിലേക്ക് പോകേണ്ടി വരും. ശരി ഡോക്ടർ, കോളർക്ക് എന്തായാലും വ്യക്തമാണ്. ഡോക്ടർ, മറ്റൊരു ചോദ്യം കൂടി. ഈ എൻഡോമെട്രിയോസിസ് കാരണം IVF-ലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അത് എപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? സാധാരണഗതിയിൽ ഒരു വന്ധ്യതയായിട്ട് വന്നു കഴിഞ്ഞാൽ മൈൽഡ് ഡിസീസൊക്കെ ആണെങ്കിൽ നമ്മൾ സാധാരണ ഈ മരുന്ന് കൊടുക്കുക, അതുപോലെ തന്നെ വേണ്ടി വന്നാൽ ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ IUI ചെയ്യുക, അങ്ങനെയൊക്കെയുള്ളതാണ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ അതിൽ ഗർഭമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും IVF-ലേക്ക് പോകണം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിവിയർ ഡിസീസാണ്. അതുപോലെ സർജറി ചെയ്തിട്ടും പ്രഗ്നൻസി ആകുന്നില്ല, അങ്ങനെയൊക്കെയുള്ളതിൽ IVF-ലേക്ക് പോകും. കാര്യം ഇങ്ങനെയുള്ള കേസിൽ ഒരുപാട് നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല. കാര്യം സർജറി ചെയ്ത് കഴിഞ്ഞാൽ അണ്ടത്തിൻ്റെ എണ്ണം കുറയും, ക്വാളിറ്റി കുറയും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ സാധാരണ നമ്മൾ എൻഡോമെട്രിയോസിസ് കേസിന് സർജറി ചെയ്യത്തില്ല. പിന്നെയും ഗർഭമാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും IVF-ന് തന്നെ പോകും. തീർച്ചയായും ഡോക്ടർ, ഈ അമിതവണ്ണവും മറ്റും ഈ പ്രശ്നത്തിലേക്ക് നയിക്കാനായി സാധ്യതയുണ്ടോ? എങ്ങനെയാണത്? അമിതവണ്ണം പൊതുവേ ഈ എൻഡോമെട്രിയോസിസ് രോഗികളിൽ അങ്ങനെ നമ്മൾ കാണാറില്ല. പൊതുവെ പലപ്പോഴും ഒരു ലീനായിട്ടുള്ള മെലിഞ്ഞ സ്ത്രീകളിലാണ് കൂടുതൽ നമ്മൾ എൻഡോമെട്രിയോസിസ്, വളരെ ആങ്ഷ്യസ് ആയിട്ടുള്ള അങ്ങനെയൊക്കെയാണ് ഒരു ടിപ്പിക്കൽ പ്രൊഫൈൽ അവരുടേത്. പക്ഷേ അമിതവണ്ണം തീർച്ചയായിട്ടും ഈസ്ട്രജൻ ലെവൽ നമ്മുടെ ശരീരത്തെ കൂട്ടുകയും, കാര്യം ഈ ഫാറ്റിൽ നിന്ന് തന്നെ ഈസ്ട്രജൻ വരും. അതുതന്നെ വേറെ പല നേരത്തെ പറഞ്ഞ പോലെ തന്നെ PCOD, അതുപോലെ തന്നെ കൂടുതൽ ബ്ലീഡിങ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം. എൻഡോമെട്രിയോസിന് കോമൺ ആയിട്ട് നമ്മൾ പലപ്പോഴും രോഗികളെ കാണുന്നത് ഒരു ലീൻ പേഷ്യൻസ്, മെലിഞ്ഞ സ്ത്രീകളിലായിരിക്കും പലപ്പോഴും കാണുന്നത്. പക്ഷേ നമുക്ക് വെയിറ്റ് ഒന്നും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്ന ഗ്രൂപ്പിലാണ് എൻഡോമെട്രിയോസിസ് വരുന്നത്. ഏത് വെയിറ്റിലും അതുണ്ടാകാം. വ്യക്തമാണ് ഡോക്ടർ. അതോടൊപ്പം ഈ പ്രശ്നമുള്ളവർ ഭക്ഷണത്തിലും അതോടൊപ്പം തന്നെ ജീവിതശൈലിയിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡോക്ടർ, ആ ചോദ്യത്തിലേക്ക് വരാം. ഇപ്പോൾ ഒരു കോളർ കൂടി ചേരുകയാണ്. ജാസ്മിനാണ് മൂവാറ്റുപുഴയിൽ നിന്നും. ജാസ്മിൻ, സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ. പറഞ്ഞോളൂ ജാസ്മിൻ. ജാസ്മിൻ പറഞ്ഞോളൂ. ഹലോ. കേൾക്കാം. ജാസ്മിൻ പറഞ്ഞോളൂ. എനിക്ക് ഒരു 1.5 വർഷമായിട്ടേ. കേൾക്കുന്നില്ലേ ജാസ്മിൻ? കേക്കാം. ഒരു 1.5 വർഷമായിട്ടേ. പറഞ്ഞോളൂ. കേക്കാം. 1.5 വർഷമായിട്ട് 1.5 വർഷമായിട്ട് എനിക്കിങ്ങനെ യൂട്രസിൽ ഇങ്ങനെ ഫൈബ്രോയിഡ് വളർന്നു വരുന്നുണ്ടേ. ജാസ്മിൻ എത്ര വയസ്സായുള്ളത്? അത് 1.5 വർഷമായി തുടങ്ങിയിട്ട്. വയസ്സ് എത്ര ഉണ്ട് ജാസ്മിന്?
ഏജ്? 48. മെൻസസ് സമയത്ത് ബ്ലീഡിങ് കൂടുതൽ വല്ലതും ഉണ്ടോ? മെൻസസ് സമയത്ത്, ആർത്തവ സമയത്ത് ബ്ലീഡിങ് കൂടുതലാണോ? ബ്ലീഡിങ് ഒരു 1.5 വർഷം, 2-3 ഒരു വർഷമായിട്ട് കൂടുതലായിരുന്നു. വേദനയുണ്ടോ? 1 വർഷമായിട്ട് കൂടുതലായിരുന്നു. വേദനയുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കേസ് പലപ്പോഴും ഫൈബ്രോയിഡ് ആയിരിക്കാം. അപ്പോൾ ഫൈബ്രോയിഡ് ആകുമ്പോൾ നമുക്ക് ഫൈബ്രോയിഡിൻ്റെ വലിപ്പം എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് ചികിത്സ വേണ്ടി വരുന്നത്. അപ്പം സാധാരണഗതിയിൽ ചെറിയ ഫൈബ്രോയിഡൊക്കെയാണ് 48 വയസ്സൊക്കെ ആണെങ്കിൽ ഈ മെൻസസ് ഒക്കെ നിൽക്കുന്ന സമയത്ത് അത് ഫൈബ്രോയിഡ് ചുരുങ്ങിക്കോളും. അതല്ല വലിയ ഫൈബ്രോയിഡാണ്, കൂടുതൽ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്, അതുപോലെ ഫൈബ്രോയിഡിൻ്റെ പൊസിഷൻ എവിടെയൊക്കെയാണ് സ്കാനൊക്കെ ചെയ്ത് നോക്കി എവിടെയാണോ നോക്കി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളതാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരും. പൊതുവേ ഫൈബ്രോയിഡിന് ഒന്നുകിൽ നമ്മൾ മരുന്ന് തരത്തേ ഉള്ളൂ, അതല്ല വലിയ ഫൈബ്രോയിഡൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും സർജറിയിലോട്ട് പോകേണ്ടി വരും. തീർച്ചയായും വ്യക്തമാണ് ഡോക്ടർ. കോളർക്ക് ഡോക്ടർ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പ്രശ്നമുള്ളവർ ഭക്ഷണ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഈ ജീവിതശൈലിയിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. ഒന്ന് വിശദമാക്കാമോ? അതെ, ഇത് പലപ്പോഴും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വളരെ ഒരു സ്ട്രെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, തീർച്ചയായിട്ടും ജീവിതശൈലിയിലുള്ള വ്യത്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒന്ന് സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും യോഗയോ എക്സസൈസ് അങ്ങനെയൊക്കെയുള്ള കാര്യം ചെയ്യുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദിവസവും എന്തെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നുള്ളത്, ഒരു മണിക്കൂർ നടക്കുക ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾക്ക് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ആഹാരത്തിലായാലും കൂടുതൽ കൊഴുപ്പുള്ള ആഹാരങ്ങൾ, അതുപോലെ കൂടുതൽ ഷുഗറുള്ള ആഹാരങ്ങൾ, ഫാറ്റി ഫുഡൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ ചില ഫുഡൊക്കെ, ഇപ്പം നാരുകളുള്ള ഫുഡൊക്കെ നല്ലതാണ്, പ്രത്യേകിച്ച് ഈ പച്ചക്കറികൾ, അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ. ഫ്രൂട്ട്സ് എന്ന് ജ്യൂസാക്കി കുടിക്കാനുള്ളതല്ല, ജ്യൂസാക്കിയാലും അത് ഷുഗർ ഒഴിവാക്കുക. ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, ഇതിലൊക്കെ നാരുകൾ കൂടുതലുണ്ട്. കാര്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മലശോധനയൊക്കെ നല്ലോണം നടക്കും. കാര്യം എൻഡോമെട്രിയോസിസ് ഈ ബവലിനെയൊക്കെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മലബന്ധം ഉണ്ടാകുക, ആർത്തവ സമയത്ത് മലശോധന നടക്കുമ്പോഴുള്ള വേദന ഉണ്ടാകുക, ഇതൊക്കെ ഒഴിവാക്കാനൊക്കെ ആയിട്ട് ഈ നാരുകളുള്ള ഫുഡ് നല്ലതാണ്. അതുപോലെ തന്നെ ഈസ്ട്രജൻ്റെ ലെവൽ കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പം പച്ചക്കറി ഒക്കെ വളരെ നല്ലതാണ്, പച്ചക്കറി വിഭവങ്ങൾ, ഫ്രൂട്ട്സ്. ശരി ഡോക്ടർ, വ്യക്തമാണ്. ഒരു കോളർ കൂടി ചേരുകയാണ്, ഷെറീനയാണ്. ഡോക്ടർ ചോദിക്കാം. ഷെറീന ചോദിക്കാം. ഹലോ. പറഞ്ഞോ ഷെറീന. എന്റെ മോളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. മോൾക്ക് എൻഡോമെട്രിയോസിസ് കുറച്ചു കാലമായി, 10 വർഷത്തോളമായി കഴിഞ്ഞിട്ട് തൃശ്ശൂര് ജൂബിലിയിലെ ട്രീറ്റ്മെന്റ് ആയിരുന്നു. സർജറി കഴിഞ്ഞതാണ്. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി, കുട്ടികള് ആയിട്ടില്ല. അവിടെ ട്രീറ്റ്മെന്റിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 3 മാസമായി. ഇപ്പൊ അവള് സ്ഥലത്തില്ല, എവിടെയില്ല, പുറത്ത് ഇറ്റലിയിലാണ്. പലപ്പോഴും ഈ എൻഡോമെട്രിയോസിൻ്റെ സർജറി കഴിഞ്ഞാലും വീണ്ടും അതുണ്ടാകാനുള്ള റിക്കറൻസ് ഒക്കെ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അങ്ങനെ കൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ ഈ സർജറി കഴിഞ്ഞാലും കല്യാണം കഴിക്കാത്ത യുവതികളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് വീണ്ടും വരാനുള്ള സാധ്യത കുറയ്ക്കാനുള്ള മരുന്ന് കൊടുക്കും. പിന്നെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് വേഗം തന്നെ ഗർഭമാകാനുള്ള മരുന്നുകളൊക്കെ കൊടുക്കും. ഇങ്ങനെ ഈ എൻഡോമെട്രിയോസ് ഉള്ള അതെ, ഇപ്പൊ അവര് ഒരുമിച്ച് അവിടെ ഉണ്ട്, ഇറ്റലി. അവളുടെ ഹസ്ബൻഡും കൂടിയിട്ട് തന്നെ താമസിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു വർഷമൊക്കെ നമുക്ക് നോക്കാം. ഒരു വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞ് ഈ മരുന്നൊക്കെ കഴിച്ചിട്ടും ആയിട്ടില്ലെങ്കിൽ അപ്പോൾ അതൊക്കെ അടുത്ത ചികിത്സയുടെ അടുത്ത ലെവലിലോട്ട്, അതായത് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷന്, അതുപോലെ IVF അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. അല്ലാതെ തന്നെ സാധാരണഗതിയിൽ മരുന്ന് കഴിച്ച് തന്നെ ഒരു വർഷത്തിനുള്ളൊക്കെ മിക്കവാറും എല്ലാവരും ആയിക്കോളും. അതെ അല്ലേ. സാറ് 3 മാസം പറഞ്ഞു, 3 മാസത്തും മരുന്ന് കഴിച്ചിട്ട് ഒരു റിസൾട്ടും കാണുന്നില്ല. പക്ഷെ അവൾക്ക് വേദനയോ കാര്യങ്ങളൊന്നും ഇല്ല, കറക്റ്റ് സമയത്ത് പീരീഡ്സ് ആവുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കൊടുക്കാം. നമ്മൾ എപ്പോഴും അതിനും ഒരു 3 മാസം എന്ന് പറഞ്ഞാൽ ഒരു വലിയ സമയമൊന്നും അല്ല കുട്ടികളാകാനുള്ള ചികിത്സയിൽ. ക്ഷമയോടൊന്ന് കാത്തിരുന്നാൽ മതി. തീർച്ചയായും കോളർക്ക് വ്യക്തമാണ് ഡോക്ടർ. ഡോക്ടർ, അവസാനമായി ചോദിക്കാനുള്ളത്, നമ്മുടെ ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും മറ്റ് സർക്കാർ ആശുപത്രികളിലും ലഭ്യമായിട്ടുള്ള നൂതന സേവനങ്ങൾ അതെന്തെല്ലാമാണ്, ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ചികിത്സയായിട്ട് ബന്ധപ്പെട്ടുള്ള മിക്കവാറും എല്ലാ, അതായത് സർജറി ചെയ്യാനുള്ള കാര്യങ്ങൾ, ലാപ്രോസ്കോപ്പി, ഓപ്പൺ സർജറി, ഇതെല്ലാം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും മിക്ക പ്രധാനപ്പെട്ട ഗവൺമെൻറ് ആശുപത്രികളിലും ഇപ്പം നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ മരുന്നുകളും മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള മരുന്നുകളും എല്ലാം
അവൈലബിൾ ആണ്. തീർച്ചയായും ഡോക്ടർ വ്യക്തമാണ്. എന്തായാലും ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ്. നമ്മളോടൊപ്പം തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം പ്രൊഫസർ ഡോക്ടർ സുജിത്താണ് ഇന്ന് നമ്മളോടൊപ്പം ചേർന്നത്. ഡോക്ടർ ഹലോ ഡോക്ടറിൽ ചേർന്നതിന് വളരെ നന്ദി. താങ്ക് യു വെരി മച്ച്. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു.